ഈശോയുടെ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമുക്ക് ബ്രദർ വിക്ടറിനെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ദൈവം അദ്ദേഹത്തിന് നൽകിയ മറ്റൊരു കൃപയായിരുന്നു ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കൃപ. 1 കൊരിന്തോസ് 12-ാം അധ്യായം 9-10 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തിയും വേറൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിയും, വേറൊരു ഭാഷാവരവും വേറൊരുവിന് വ്യാഖ്യാനത്തിലുള്ള വരവും ദൈവം കൊടുക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ഇതെല്ലാം. അദ്ദേഹത്തിന് ദൈവം സ്പെഷ്യലായിട്ട് കൊടുത്ത ഒരു കൃപയായിരുന്നു ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കൃപ, നന്മയും തിന്മയും വിവേചിച്ചറിയാനുള്ള കൃപ. അത് പരിശുദ്ധാത്മാവിൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റാണ്. തിരുവചനത്തിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്, ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. നമ്മുടെ അടുത്ത് വരുന്ന പലതരത്തിലുള്ള ആത്മാക്കളുണ്ട്. അവരെയൊന്നും നമ്മൾ വിശ്വസിക്കരുത്. അവ പരിശോധിച്ച് ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. കാരണം നമ്മൾ രോഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ രോഗത്തിന് എന്താണ്, ഓരോ രോഗത്തിനും സ്പെഷ്യലൈസേഷൻ എടുത്തേക്കുന്ന ഓരോ ഡോക്ടേഴ്സുണ്ട്. അവരുടെ അടുത്ത് ചെന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ രോഗങ്ങൾ കണ്ടെത്തുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിൻ്റെ കാര്യത്തിലും. പറയണ ആത്മാക്കളെ പരിശോധിച്ച് എത്രമാത്രം ഓരോ ആത്മാവിനും തിന്മയുണ്ട്, പാപമുണ്ട്, ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള ഒരു കൃപയാണ് ഡിസൈൻമെൻറ്റ് അഥവാ വിവേചനവരം. ഈ ഒരു കൃപ ദൈവം അദ്ദേഹത്തിന് നൽകിയിരുന്നു. അതുകൊണ്ട് തൻ്റെ അടുത്ത് വരുന്ന ഓരോ ആത്മാക്കളെയും അദ്ദേഹം വളരെ വ്യക്തമായിട്ടാണ് കൈകാര്യം ചെയ്തിരുന്നത്. 1 കൊരിന്തോസ് 15-ാം അധ്യായം 41-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, സൂര്യൻ്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അദ്ദേഹം ഈ വചനം എടുത്തു വെച്ച് പറയുമായിരുന്നു. ഇതുപോലെ തന്നെയാണ് ആത്മാവിൻ്റെ കാര്യത്തിലും എല്ലാം വ്യത്യസ്തമാണ്. നക്ഷത്രങ്ങൾക്ക് തമ്മിൽ തേജസ്സിന് വ്യത്യാസമുള്ളതുപോലെ ഓരോ ആത്മാവിനെയും ദൈവം നയിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. ഒരു ആത്മാവിനെ പോലെ അല്ല മറ്റേ ആത്മാവ്. അപ്പം ഒരു ആത്മാവിനെ നയിക്കുന്നത് പോലെയല്ല മറ്റൊരു ആത്മാവിനെ നയിക്കേണ്ടത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കർത്താവ് പഠിപ്പിച്ചു കൊണ്ടുവരികയാണ്. കാരണം ഓരോരുത്തർക്കും ദൈവം ഓരോ കൃപയാണ് നൽകിയിരിക്കുന്നത്. 1 കൊരിന്തോസ് 12-ാം അധ്യായത്തിൽ 12 മുതലുള്ള തിരുവചനത്തിൽ, ഒരു ശരീരവും പല അവയവങ്ങളും എന്ന് പറഞ്ഞതുപോലെ എല്ലാ അവയവങ്ങൾക്കും വ്യത്യസ്ത ധർമ്മമായിരിക്കുന്നത് പോലെ ഓരോ ആത്മാവിനും വ്യത്യസ്ത ദൗത്യങ്ങളാണ് കർത്താവ് കൊടുത്തത്. ഈ ദൗത്യങ്ങൾ എന്താണ്, ഓരോരുത്തർക്കും ദൈവം കൊടുത്ത കൃപകൾ എന്താണ്, ഇതെല്ലാം കണ്ടുപിടിച്ച് ഓരോരുത്തരെയും നിർത്തി വളർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ പിതാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, പരസ്പരം ഉന്തി മാറ്റാതെ ഓരോരുത്തരും അവനവൻ്റെ പാതയിൽ നയിക്കുന്നു, അവനവൻ്റെ പാതയിൽ പോകുന്നു, തള്ളി മാറ്റാതെ പരസ്പരം വഴക്കുണ്ടാക്കാതെ ഇങ്ങനെ ആത്മീയമായിട്ട് ഓരോരുത്തരെയും നയിക്കേണ്ട രീതിയിൽ നയിക്കണമെങ്കിൽ ഒരു ആത്മീയ ഗുരുവിന് എല്ലാ കാര്യങ്ങളും കർത്താവ് പഠിപ്പിച്ചു കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുവന്ന ഒരു വ്യക്തിത്വമായിരുന്നു ബ്രദർ വിക്ടർ. ചിലരെ കൗൺസിലിങ്ങിനായിട്ട് അയക്കും, ചിലരെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഇരുത്തും, ചിലരെ ദൈവവചന പ്രഘോഷണത്തിനായിട്ട് തിരഞ്ഞെടുക്കും. ഓരോരുത്തർക്കും ദൈവം നൽകിയ കൃപ എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം അത് ചെയ്തിരുന്നത്. ശരീരത്തിലെ പല അവയവങ്ങൾ ആയിരിക്കുന്നത് പോലെ നമുക്കെല്ലാം 1 കൊരിന്തോസ് 1-ാം അധ്യായം 10-ാം വചനത്തിലായിരിക്കണമെന്ന്, അതായത് ഒരു മനസ്സും ഒരു ഹൃദയവും ഒരു ചിന്താഗതിയും ഒരേ ആത്മാവിലായിരിക്കണം നമ്മളെല്ലാവരും മുന്നോട്ട് പോകേണ്ടത്. എങ്കിൽ മാത്രമേ ദൈവരാജ്യം വിജയിക്കുകയോ ഉള്ളൂ എന്ന് അദ്ദേഹം തൻ്റെ പ്രബോധനത്തിൽ ഉടനീളം പറയുന്ന ഒരു കാര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മോട്ടോ തന്നെയായിരുന്നു 1 കൊരിന്തോസ് 1-ാം അധ്യായം 10-ാം തിരുവചനം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനം. ഈശോയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും മുഖമുദ്രയായിട്ട് എടുക്കേണ്ട വചനമാണ്, അത് മാതൃകയാക്കേണ്ട വചനമാണെന്ന് എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. അവിടെ പറയണ, ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിനുള്ള സ്വാന്തനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും തലച്ചോറ് നമ്മുടെ ഓരോരുത്തരെയും നിയന്ത്രിക്കുന്നത് പോലെ
ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിച്ചാൽ, ഒരു ആത്മീയ ഗുരു നമ്മളെ നിയന്ത്രിച്ചാൽ, എല്ലാവരും പരസ്പര വിധേയത്വത്തിൽ പോകുമ്പോഴാണ് ദൈവരാജ്യം വികസിക്കുന്നതെന്നും ആ വചനം നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കണമെന്നും ബ്രദർ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. പറയണം, നമ്മൾ നമ്മുടെ സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. എല്ലാവരുടെയും നമ്മൾ താല്പര്യം പരിഗണിച്ചുകൊണ്ട് ഈശോയ്ക്കുണ്ടായിരുന്ന ഈ മനോഭാവം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവരാജ്യം വിസ്തൃതമാകുന്നതും ദൈവരാജ്യം വികസിക്കുന്നതെന്ന് അദ്ദേഹം എപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു. ഒരു ആത്മീയ ഗുരു എന്ന് വെച്ചാൽ ആത്മാവിൻ്റെ കാര്യത്തിലായിരിക്കണം ശ്രദ്ധ എന്ന് എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. കാരണം മറ്റു കാര്യങ്ങളിലല്ല ശ്രദ്ധിക്കേണ്ടത്, ആത്മാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നും കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിൽ ആയിരിക്കുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണ് ഒരു ആത്മാവിനെ എങ്ങനെ ഈശോയിലേക്ക് കൊണ്ടുവരാം, ഒരു ആത്മാവിനെ എങ്ങനെ നേടിയെടുക്കാം, ദൈവത്തിൻ്റെ കൃപ ഓരോ ആത്മാവിൽ എങ്ങനെ വളർത്താം എന്ന് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന് ബ്രദർ എപ്പോഴും പറയുമായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുന്നവരെയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുവാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ ഓരോ ആത്മാവിൻ്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ വേണമെന്നും ആത്മാക്കളെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്നും എല്ലാം അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം നമുക്കെല്ലാം കണ്ടുപഠിക്കുവാനായിട്ട് അനേക കാര്യങ്ങൾ നമുക്കുണ്ടായിരുന്നു. ബ്രദറിൻ്റെ വീക്ഷണത്തിൽ ഈശോയിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ, ലോകത്തിൽ നിന്ന് കർത്താവിലേക്ക് വരണമെങ്കിൽ നമ്മൾ 4 വർഷം എടുക്കുമെന്ന് ബ്രദർ പറയുമായിരുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12:12 പറയുന്നത് പോലെ 1335 ദിവസം വിശുദ്ധി പാലിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ആ വചനവും കൂടി കൂട്ടിച്ചേർത്ത് പറയുമായിരുന്നു. 4 വർഷം നമ്മൾ ഈശോയിൽ നിലനിൽക്കുമ്പോഴാണ് കൃപയിലേക്ക് വരുന്നത്. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 30-35 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട്, 1-ാം വർഷം കിട്ടുന്നത് ഭക്ഷിക്കുക, 2-ാം വർഷവും അങ്ങനെ തന്നെ ചെയ്യുക, 3-ാം വർഷം ആകുമ്പോഴത്തേനും എന്ത് ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങൾ ശുശ്രൂഷകൾ ആരംഭിക്കുക. ഇങ്ങനെ നമ്മൾ ഒരു ആത്മീയ ഗുരുവിൻ്റെ കീഴിൽ വളർന്നു വരുമ്പോഴാണ് ഈശോയെ നമ്മൾ ഓരോരുത്തരും അടിയുറച്ച് നിൽക്കുന്നത്. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 14-ാം വചനം എപ്പോഴും പറയുമായിരുന്നു, നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയെ സ്ഥിരമായി നിൽക്കുക. നമ്മൾ ഒത്തിരി സ്ഥലത്തേക്ക് ഓടിയാലോ കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ എത്തപ്പെടുകയില്ല. നമ്മൾ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയെ സ്ഥിരമായി നിൽക്കുമ്പോഴാണ് ഈശോയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത്, നിലനിൽപ്പ് ഉണ്ടാകുന്നത്. 1 പത്രോസ് 5-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ ആ ശ്രേഷ്ഠന്മാർക്ക് വിധേയപ്പെട്ട് ഇരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ കൃപയിൽ വരാൻ സാധിക്കുന്നത്. ആരാണ് ശ്രേഷ്ഠൻ എന്ന് ചോദിച്ചാൽ, കർത്താവ് പഠിപ്പിച്ചു കൊണ്ടുവരുന്നവർ, വചനം നിറച്ച് വചനത്തിൽ പഠിപ്പിച്ച് ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തികളെ നമ്മളെ ഈശോയിലേക്ക് വളർത്തുന്നത്, നമ്മളെ വിശുദ്ധി എന്താണെന്ന് പഠിപ്പിക്കുന്നത്, എളിമ എന്താണെന്ന് പഠിപ്പിക്കുന്നത്, ദൈവസ്നേഹം എന്താണെന്ന് പഠിപ്പിക്കുന്നവരെയാണ് നമ്മൾ ശരിക്കും ആത്മീയ പിതാക്കന്മാരായിട്ട് സെലക്ട് ചെയ്യേണ്ടതെന്നും ബ്രദർ പറയുമായിരുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ, വിപുലമായ അനുഭവജ്ഞാനമാണ് നിങ്ങൾ ഇച്ഛിക്കുന്നതെങ്കിൽ അവൾക്ക് ഭൂതവും ഭാവിയും അറിയാം, മൊഴികളുടെ വ്യംഗ്യവും കടങ്കഥകളുടെ പൊരുളും അവൾക്കറിയാം, അടയാളങ്ങളും അത്ഭുതങ്ങളും അവൾ മുൻകൂട്ടിൽ കാണുന്നു, കാലങ്ങളുടെയും ഋതുക്കളുടെയും ഫലം അറിയാം. ദൈവം ബ്രദറിന് കൊടുത്ത മറ്റൊരു കൃപയായിരുന്നു ഭാവി കാര്യങ്ങൾ പറയുവാനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുവാനുമുള്ള കൃപ. ഈ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന കൃപ ദൈവം പ്രവർത്തിച്ചിരുന്നത് മറ്റുള്ളവർക്ക് മാനസാന്തരം വരാത്ത അവസരങ്ങളിൽ കർത്താവ് പെട്ടെന്ന് കൊടുക്കുന്ന ഒരു കൃപയായിരുന്നു ആ കൃപ. അതാണ് സമരിയാക്കാരിയുടെ ജീവിതത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 17 മുതൽ 21 വരെയുള്ള തിരുവചനത്തിൽ, നിൻ്റെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് വരിക എന്ന് സമരിയാക്കാരിയോട് കർത്താവ് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, നീ പറയുന്നത് സത്യമാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു,
ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞതുപോലെ ചില ആത്മാക്കളെ പിടിച്ചെടുക്കാൻ വേണ്ടി ഹൃദയരഹസ്യങ്ങൾ ബ്രദർ പറയുമായിരുന്നു. എന്നിട്ട് ബ്രദർ പറയും, അവരെ ഹൃദയരഹസ്യങ്ങൾ പറയുമ്പോഴേ കൂർക്ക വാടുന്നത് പോലെ വാടും. എന്നിട്ട് അവരുടെ വിശ്വാസത്തിലേക്ക് അവർ വരികയും കർത്താവിനെ പൂർണ്ണമായി ഫോളോ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇതെല്ലാം നമ്മൾ ഈശോയിലേക്ക് വരുമ്പോൾ ഓരോ ആത്മാക്കളെ കർത്താവിലേക്ക് പിടിച്ചെടുക്കുവാനുള്ള ഓരോ ഇരകൾ മാത്രമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ഹൃദയരഹസ്യങ്ങൾ അറിയാനുള്ള കൃപയും പ്രവചനപരവും എല്ലാം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 48-ാം തിരുവചനം പറയുന്നുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നില്ലെങ്കിൽ ഈ ജനത വിശ്വസിക്കുകയില്ല. അപ്പം കർത്താവിലേക്ക് അനേകരെ കൊണ്ടുവരുവാൻ രോഗശാന്തി, അത്ഭുതങ്ങൾ, കടബാധ്യതകൾ മാറി ഇതെല്ലാം ദൈവം കൊടുക്കുന്ന എന്തിനാണ്? അതൊരു മീനെ പിടിക്കാനുള്ള ഇര പോലെ മാത്രമേ ഉള്ളൂ. അത്രയും സ്ഥാനമേ ഉള്ളൂ അത്ഭുതത്തിനും അടയാളത്തിനുമെന്ന്. കാരണം ഏറ്റവും വലുത് മാനസാന്തരമാണ്. 2 കൊരിന്തോസ് 7-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനത്തിൽ ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താപം, ഈ പശ്ചാത്താപമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ മാനസാന്തരത്തിൻ്റെ കൃപയാണ് ഏറ്റവും വലിയ കൃപ. ബാക്കിയെല്ലാം ദൈവം നമ്മളെ ഈശോയിലേക്ക് കൊണ്ടുവരുവാൻ തരുന്ന കൊച്ചു 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 ഉപകരണങ്ങൾ മാത്രമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ. ബ്രദറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നമ്മളിലെല്ലാം ആ ദൈവകൃപ മികച്ചു നിൽക്കുന്നതും തെളിഞ്ഞു നിൽക്കുന്നതും കാണുന്നതിലായിരുന്നു. കാരണം നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യം സ്ഥാപിതമാകുമ്പോൾ ദൈവം മഹത്വപ്പെടുകയാണ്. അങ്ങനെ അനേകരിൽ കർത്താവ് മഹത്വപ്പെടുന്നത് വഴി ദൈവരാജ്യം ഈ ഭൂമിയിൽ വിസ്തൃതമാകുകയാണെന്ന് അദ്ദേഹത്തിന് കർത്താവ് വെളിപ്പെടുത്തിയിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനത്തെ പറയുകയാണ്, നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, കയറുകൾ ആവുന്നത്ര അയച്ചു നീളം കൂട്ടുക. അങ്ങനെ നീ ഇരുവശത്തേക്കും വ്യാപിക്കും. അങ്ങനെ പല രാജ്യങ്ങളിൽ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ഈ കൃപ എത്തപ്പെടാൻ വേണ്ടി ഒത്തിരിയേറെ ആഗ്രഹിച്ചു. അവർ പറയുമായിരുന്നു, നമ്മൾ ഒരേ ആത്മാവിലാണെങ്കിൽ അമേരിക്കയിലാണെങ്കിലും സൗദിയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഒരേ ആത്മാവിൽ നിന്ന് ദൈവരാജ്യത്തെ ബലപ്പെടുത്തണമെന്ന് ബ്രദർ എപ്പോഴും പറയുമായിരുന്നു. 2 കൊരിന്തോസ് 4-ാം അധ്യായം 15-ാം വചനത്തിൽ പറയുന്നത് പോലെ അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ സമർത്ഥമാകുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. ദൈവരാജ്യം മഹത്വപ്പെടുമ്പോൾ, ദൈവം മഹത്വപ്പെടുമ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും സന്തോഷിച്ച ഒരു വ്യക്തിയായിരുന്നു ബ്രദർ വിക്ടർ. കാരണം എല്ലാ മഹത്വവും ആരാധനയും ഈശോയ്ക്ക് കൊടുക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എല്ലാ ശുശ്രൂഷയും കഴിഞ്ഞ് തൻ്റെ ശുശ്രൂഷകരെ ഓർമ്മിപ്പിച്ചിരുന്നു, നമ്മുടെ എല്ലാം ദൗത്യം ഇത്രമാത്രമേ ഉള്ളൂ. ലൂക്കാ 17:10. നമ്മൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന്. ആ ഒരു മനോഭാവം എല്ലാവരിലും വളർത്തിയെടുത്തിരുന്നു. കാരണം നമുക്കാർക്കും ഒരു സ്പെഷ്യാലിറ്റിയുമില്ല, ഒരു പ്രത്യേകതയുമില്ല. കൃപയാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. എഫെസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 8-ഉം 9-ഉം തിരുവചനത്തിൽ നമുക്ക് ദാനമായി കിട്ടിയ കൃപ ദാനമായി കൊടുക്കണമെന്ന് മത്തായി 10:8 അദ്ദേഹം എല്ലാവരെയും ഉപദേശിച്ചിരുന്നു. ബ്രദറിൻ്റെ മറ്റൊരു സന്തോഷമായിരുന്നു ബ്രദറിൻ്റെ ശിഷ്യർ ആ ദൈവിക രഹസ്യങ്ങൾ പങ്കുവെക്കുന്നത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷിച്ച് അവരെ ഒത്തിരി എൻകറേജ് ചെയ്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. കാരണം ഒരു ആത്മീയ പിതാവിന് ഒത്ത ഗുണങ്ങൾ, അസൂയ ഇല്ലാതെ ബ്രദർ ഷാജി ഒക്കെ ഒത്തിരി ഉയർത്തി. കൊച്ചു ബാലനായിരുന്നു ആ കാലഘട്ടത്തിൽ. 27 വയസ്സുള്ള അദ്ദേഹത്തിന് അനേക ദൈവീക വെളിപ്പെടുത്തൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ബ്രദർ പറയുമായിരുന്നു, ഷാജിയോട് എനിക്ക് അസൂയയുണ്ട്, അത് ദൈവീക അസൂയാണ്. ഷാജി എൻ്റെ മുന്നെ കയറും, ഞാൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്ന്. കാരണം ദൈവരാജ്യത്തിൽ ബ്രദർ വിക്ടറിന് മുമ്പേ പോയ വ്യക്തിത്വം തന്നെയായിരുന്നു ബ്രദർ ഷാജി. അദ്ദേഹത്തിന് അനേക വെളിപ്പെടുത്തലുകൾ ദൈവം കൊടുത്തു. അവസാനം ബ്രദർ വിക്ടറിൻ്റെ കൂടെ പൊതിയിൽ ബ്രദർ വിക്ടറും ബ്രദർ ഷാജിയുമായിരുന്ന സമയത്ത് പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ, കൃപ എന്താണെന്നും എല്ലാം ദൈവം ബ്രദർ ഷാജിക്ക് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഒരു ആത്മീയ പിതാവ് എളിമയോടെ അത് സ്വീകരിക്കുകയും അതെല്ലാം കുറിച്ചെടുക്കുകയും അനേകര സ്ഥലത്ത് കർത്താവിനെ കൊടുക്കുവാനായിട്ട്
ബ്രദർ ഷാജിയെ ശക്തിപ്പെടുത്തുകയും ഉപയോഗിക്കുകയും ചെയ്ത ഒരു ആത്മീയ പിതാവ് തന്നെയായിരുന്നു ബ്രദർ വിക്ടർ. 1 കൊരിന്തോസ് 2-ാം അധ്യായത്തിൽ 13-ാം തിരുവചനത്തിൽ, തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. പറയണ, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ, ഓരോ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ആത്മീയ പിതാവ് തന്നെയായിരുന്നു ബ്രദർ വിക്ടർ. പല സമയത്ത് പീഡനങ്ങളും സഹനങ്ങളും വേദനകളുമായിട്ട് പരാതിയുമായിട്ട് ബ്രദറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ബ്രദർ പറയുമായിരുന്നു, ആ പീഡനവും സഹനവും കൂടെ എനിക്ക് തന്നേര്, ഞാനത് ഏറ്റെടുത്തോളാം. കാരണം കർത്താവ് അത്രമാത്രം കൃപ എനിക്ക് തരുമെന്ന്. കാരണം ഓരോ സഹനങ്ങളും വേദനകളും പീഡനങ്ങളും ഒറ്റപ്പെടുത്തലുകളും എങ്ങനെ എടുക്കണമെന്നും എങ്ങനെയാണ് കൃപ വർദ്ധിക്കുന്നതെന്നും ഈ ഒരു ആത്മീയ പിതാവിനെ ദൈവം വെളിപ്പെടുത്തിയിരുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായം 11-12 തിരുവചനത്തിൽ പറയുന്നുണ്ട്, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. കൃപയുടെ രഹസ്യം എന്താണ്, എങ്ങനെയാണ് കൃപ കിട്ടുന്നതെന്നുള്ള രഹസ്യം ബ്രദറിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. പീഡനങ്ങളും സഹനങ്ങളും വേദനകളും ഒറ്റപ്പെടുത്തലുകളുമെല്ലാം സന്തോഷത്തോടെ എടുക്കുമ്പോഴാണ് കൃപ വരുന്നതെന്ന് അദ്ദേഹത്തിന് വെളിപ്പെടുത്തിയതുകൊണ്ട്, ദൈവം വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് മറ്റുള്ളവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പരാതി പറയുമ്പോൾ അത് ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറയുകയും നമ്മളെല്ലാം ഒത്തിരി ഫ്രീ ആകുകയും പീഡനങ്ങളോടും സഹനങ്ങളോടുമുള്ള നമ്മളുടെ സമീപനം പരിപൂർണമായിട്ട് മാറുകയും അവ ഏറ്റെടുക്കുവാനും അവ സ്വീകരിക്കുവാനും നമ്മൾ സന്തോഷത്തോടെ നമുക്ക് അതിന് സാധിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു ഈ ആത്മീയ ഗുരു നമ്മളെല്ലാം പരിശീലിപ്പിച്ചത്. 2 കൊരിന്തോസ് 12-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട്, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അത്യധികം ആഹ്ലാദിക്കാതിരിക്കാൻ വേണ്ടി അവിടുത്തെ എൻ്റെ ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇത് എന്തിനാണ്? ഇത് വിട്ടകലാൻ കർത്താവിനോട് ഞാൻ 3 തവണ അപേക്ഷിച്ചപ്പോഴും കർത്താവ് പറഞ്ഞതാണ്, നിനക്ക് എൻ്റെ കൃപ മതി. കൃപ വരുന്നതിൻ്റെ അടയാളമാണ് വേദനകളും സഹനങ്ങളും പീഡനങ്ങളുമെന്ന് അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരെ ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ബ്രദർ പറയുമായിരുന്നു, ദൈവിക ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നവർ നല്ല സ്ട്രോങ് ആയിരിക്കണം, ദൈവസ്നേഹത്തിൽ പരിപൂർണത പ്രാപിച്ചവരായിരിക്കണം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനത്തിൽ സക്കേവൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ സക്കേവൂസ് കർത്താവ് ആരെന്ന് കാണാൻ കയറിയ മരമായിരുന്നു സിക്കമോർ മരം, സിക്കമോർ വൃക്ഷം. നമ്മളോരോരുത്തരും ബ്രദർ പറയുമായിരുന്നു, ഈശോയുടെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന നമ്മൾ സിക്കമോർ മരങ്ങളാണ്. കർത്താവിനെ കാണുവാൻ വേണ്ടി അനേകർ കയറുന്നത് നമ്മളിൽ ഓരോരുത്തരിലുമാണ്. അപ്പോൾ സിക്കമോർ മരത്തിന് ശക്തിയില്ലെങ്കിലോ സക്കേവൂസ് കയറുമ്പോഴേ സിക്കമോർ മരം താഴെ വീഴും. ഇതുപോലെ ആയിരിക്കരുത് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവർ. അതിനാണ് 4 വർഷത്തെ പരിശീലനം ഈ ആത്മീയ ഗുരു നൽകിയിരുന്നത്. ബ്രദറിൻ്റെ അവസാന നാളുകളിൽ ദൈവകൃപയെക്കുറിച്ചും ദൈവിക ശക്തിയെക്കുറിച്ചും ദൈവിക വെളിപാടിനെക്കുറിച്ചുമെല്ലാം അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. ഹബക്കൂക്ക് 2 മുതൽ 4 വരെയുള്ള തിരുവചനത്തിൽ ദർശനങ്ങളിലും വെളിപാടിലേക്കും നമ്മൾ എടുത്തു ചാടരുതെന്നും അതിനുവേണ്ടി കാത്തിരിക്കണമെന്നുമെല്ലാം ബ്രദർ പറയുമായിരുന്നു. എല്ലാം ദൈവവചനത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്നും ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം വ്യക്തമായി രേഖപ്പെടുത്തത്തക്ക രീതിയിൽ അത്ര വ്യക്തത വിശുദ്ധ യൗസേ പിതാവിനെ പോലെ നീതിമാനായ ശേഷം മാത്രമേ നമ്മൾ ഈ ദർശനങ്ങളും വെളിപാടുകളും എടുക്കാമുള്ളെന്നും ബ്രദർ കർശനമായിട്ട് പഠിപ്പിച്ചു പോന്നു. കാരണം ദർശനങ്ങളിലൂടെ അനേകർ വഴിതെറ്റിപ്പോകുമെന്ന് കർത്താവ് ഡിസൈൻമെൻറ്റ് എന്ന കൃപയിലൂടെ അദ്ദേഹത്തിന് വെളിപ്പെടുത്തിയിരുന്നു. അങ്ങനെ തൻ്റെ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് അനേകരെ ഈശോയിൽ വളർത്തിയ ഒരു ആത്മീയ പിതാവ് തന്നെയായിരുന്നു ബ്രദർ വിക്ടർ. ആ ലാസ്റ്റ് സമയങ്ങളിൽ ജനം മുഴുവനും
അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൈവപ്പിന് വേണ്ടി അനേകരെ ആഗ്രഹിച്ച് ഓടിയെത്തുമ്പോൾ അദ്ദേഹത്തിന് സമയമില്ലായിരുന്നു. കാരണം തൻ്റെ ദൗത്യം തീരാറായി എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഞാൻ ഈ കൂടാരത്തിനുള്ള എൻ്റെ വേർപാടിൻ്റെ സമയം ആയി എന്ന് 2 പത്രോസ് 1-ാം അധ്യായത്തിൽ 12 മുതൽ 15 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നത് പോലെ അവസാന സമയങ്ങളിൽ ആ വചനം അദ്ദേഹം ആവർത്തിച്ച് പറയുമായിരുന്നു. പിന്നെ ജനം ചുറ്റും കൂടി തിരക്കിയപ്പോൾ ആ കൈവപ്പ് സ്വീകരിക്കുന്ന എല്ലാവരും താഴെ വീഴുന്ന സമയങ്ങളിൽ ബ്രദർ അവിടെ നിന്ന് ഒരു ഫാനിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അതിനെ മാലാഹ ആക്കുകയും പിന്നീട് ജനം ക്യൂ നിന്ന് ആ ഫാനിൻ്റെ നേരെ നോക്കുമ്പോൾ പൈശാചിക ബന്ധനമുള്ളവർ താഴെ വീഴുകയും എല്ലാം ചെയ്തിരുന്നു. അതെല്ലാം കണ്ണുകൊണ്ട് കണ്ട വ്യക്തിത്വങ്ങളാണ് ഞങ്ങൾ ഓരോരുത്തരും. ആ ദൈവസ്നേഹം, ദൈവശക്തി, ഈ പ്രപഞ്ചം ദൈവമഹത്വത്തിന് വേണ്ടി നിലകൊള്ളുമെന്നും മനുഷ്യരെക്കാൾ വിശ്വസ്തരെ കർത്താവിൻ്റെ ഓരോ സൃഷ്ടികളാണെന്നും ബ്രദർ തെളിയിച്ചു. കാരണം മനുഷ്യരായ നമ്മൾ പലതിൻ്റെയും പുറകെ പോകുമ്പോൾ, അവിശ്വസ്തത കാണിക്കുമ്പോൾ കർത്താവിൻ്റെ സൃഷ്ടികളാണ് കർത്താവിനോട് വിശ്വസ്തത കാണിക്കുന്നതെന്ന് ആ ഒരു സംഭവത്തിലൂടെ അനേകർക്ക് ഉത്തേജനം നൽകുകയാണ് ചെയ്തത്. ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 33 മുതലുള്ള തിരുവചനത്തിൽ പറയുകയാണ്, അവിടുന്ന് പ്രകാശം അയക്കുന്നു, അത് പോകുന്നു. അവിടുന്ന് വിളിച്ചു, ഭയത്തോടുകൂടി അത് അനുസരിച്ചു. നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവിടുന്ന് അവയെ വിളിച്ചു, ഇതാ ഞങ്ങൾ എന്നവ പറഞ്ഞു. തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവ സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങി. ദൈവത്തെ സൃഷ്ടിച്ചവന് വേണ്ടി ഇതാ ഞങ്ങളെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സൃഷ്ടികൾ സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങിയതിൻ്റെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഫാനിലൂടെ കർത്താവ് പ്രവർത്തിച്ചത്. വേറെ പറയുമായിരുന്നു, ഈ ഫാനിനെ മാലാഹയെ ആക്കിക്കൊണ്ട് കർത്താവിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് കാണിച്ചു തരണമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. ആ സമയത്ത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 6-ഉം 7-ഉം വചനവും കൂടി ബ്രദർ കൂട്ടിച്ചേർക്കുകയായിരുന്നു. വീണ്ടും തൻ്റെ ആദിജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. അവിടുന്ന് തൻ്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളും ആക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ബ്രദർ ആ ഫാനെ നോക്കിക്കൊണ്ട് ഹെബ്രായർ 1-7-ാം തിരുവചനത്തിലൂടെ പ്രാർത്ഥിച്ച് ദൈവദൂതന്മാരെ കണ്ടോ. കാറ്റ് ആ ഫാൻ കറങ്ങുന്നതനുസരിച്ച് പൈശാചിക ബന്ധനമുള്ളവർ താഴെ വീഴുകയും പിന്നെ അവരെ പ്രാർത്ഥിച്ച് അവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. കാരണം അത്രമാത്രം ജനമായിരുന്നു ചുറ്റും. ഇതായിരുന്നു കർത്താവിൻ്റെ പ്രവർത്തനം. അങ്ങനെ ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം യേശു പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പറയുകയും മനുഷ്യരായ നമ്മുടെ അവിശ്വസ്തത തെളിയുകയും അങ്ങനെ ചുറ്റും കൂടി നിന്ന അനേകർക്ക് അത് വലിയൊരു മാനസാന്തരത്തിന് വഴിതെളിക്കുകയും ചെയ്തു. പ്രഭാഷകൻ്റെ പുസ്തകം 42-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പറയുന്ന പോലെ കർത്താവിൻ്റെ പ്രവർത്തികൾ അവിടുത്തെ വചനം വഴി നിർവഹിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിച്ച ഒരു ദൈവവചനത്തിൻ്റെ മനുഷ്യനായിരുന്നു ബ്രദർ വിക്ടർ. അദ്ദേഹത്തെ നമുക്ക് നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുകയാണ്, നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവിൻ. കണക്കേൽപ്പിക്കുവാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു. അങ്ങനെ അവർ സന്തോഷപൂർവ്വം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും. അപ്പം നമ്മുടെ നേതാക്കന്മാരെ നമ്മൾ ഓർക്കണം. അവരുടെ ജീവിതശൈലിയുടെ ഫലം നമ്മൾ കണക്കിലെടുക്കണം. ഹെബ്രായർ 13-7-ാം തിരുവചനത്തിൽ പറയണം, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിൻ. അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. നമുക്കും നമ്മുടെ മുമ്പേ കടന്നുപോയ നമ്മുടെ നേതാക്കന്മാരെ നമുക്ക് ഓർക്കാം. അവരുടെ ജീവിതചര്യയുടെ ഫലം നമുക്ക് കണക്കിലെടുക്കാം. അവരുടെ വിശ്വാസം നമുക്ക് അനുകരിക്കാം. അങ്ങനെ ഉത്തമ ക്രൈസ്തവരായിട്ട് ബ്രദറിൻ്റെ വീക്ഷണത്തിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗുസ്തി പിടിക്കാനുള്ള സ്ഥലമോ വാശി പിടിക്കാനുള്ള സ്ഥലമോ ഒന്നുമല്ല. എളിമപ്പെടാനും ഉത്തമ ക്രൈസ്തവരെ വാർത്തെടുക്കുന്ന വേദികളും വിശുദ്ധരെ സൃഷ്ടിക്കുന്ന ഫാക്ടറികളുമാണ് പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. ആ ഒരു മനോഭാവം
ഒരു ആത്മീയ ഗുരുവിൻ്റെ ആ കീഴിൽ നിന്നുകൊണ്ട് നമുക്കും ഈശോയുടെ വിശ്വസ്തരായിരിക്കാം. ദൈവം നമ്മെ ഏൽപ്പിച്ച താലന്ത് കുഴിച്ചിടാതെ 100 മേനിയും 60 മേനിയും 30 മേനിയുമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം, വളർത്തിയെടുക്കാം. നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ ദൈവകൃപ വളർത്തിയെടുക്കാം, അത് ഉജ്ജ്വലിപ്പിക്കാം. കിട്ടുന്ന സഹനങ്ങളെല്ലാം നമുക്ക് സന്തോഷത്തോടെ ഏറ്റെടുക്കാം. നമുക്ക് മുമ്പേ കടന്നുപോയ ബ്രദർ വിക്ടറിനോടും ബ്രദർ ഷാജിയോടും നമുക്ക് ഭൂമിയിലായിരിക്കുമ്പോൾ വിശ്വസ്തരായിരിക്കാം. ആ പ്രബോധനത്തിൽ അനുസരിച്ച് നമുക്ക് ജീവിക്കാം. അങ്ങനെ ദൈവവചനത്തിൻ്റെ വക്താക്കളായിട്ട്, പ്രവാചകരായിട്ട്, പ്രവാചകന്മാരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും തീരാൻ പരിശ്രമിക്കാം. അതിനുള്ള കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.